ഇന്ത്യക്ക് യുദ്ധവിമാനങ്ങൾ അടിയന്തരമായി വേണം. പക്ഷേ 114 റഫേൽ വിമാനങ്ങളുടെ ആ വമ്പൻ കരാർ ഇപ്പോൾ പുതിയൊരു സാങ്കേതിക തർക്കത്തിൽ കുടുങ്ങിയതാണ് റിപ്പോർട്ടുകൾ. കാരണം നമ്മുടെ സ്വന്തം ബ്രഹ്മോസ് മിസൈൽ. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തു വർദ്ധിപ്പിക്കാൻ 42 സ്ക്വാഡ്രണുകൾ വേണമെന്നാണ് കണക്ക്. പക്ഷേ നിലവിലുള്ളത് വെറും 29 സ്ക്വാഡ്രണുകൾ മാത്രം. ഈ വലിയ വിടവ് നികത്താൻ 114 അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് അനിവാര്യമാണ്. എന്നാൽ ഇവിടെയാണ് റഫേൽ കരാർ വഴിമുട്ടുന്നത്. തർക്കം പണത്തെ ചൊല്ലിയല്ല, മറിച്ച് സാങ്കേതിക നിയന്ത്രണത്തെ ചൊല്ലിയാണ്. റഫേൽ വിമാനങ്ങളിൽ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഘടിപ്പിക്കണമെങ്കിൽ വിമാനത്തിന്റെ സങ്കീർണമായ മിഷൻ സോഫ്റ്റ്വെയറുകളിൽ ഇന്ത്യക്ക് ആക്സസ് വേണം. പക്ഷേ തങ്ങളുടെ ഏറ്റവും രഹസ്യമായ ഈ സാങ്കേതികവിദ്യ വിട്ടുനൽകുന്നതിൽ ഫ്രഞ്ച് കമ്പനികൾ അതീവ ജാഗ്രതയിലാണ്. ആധുനിക യുദ്ധങ്ങളിൽ യുദ്ധവിമാനത്തേക്കാൾ പ്രധാനം അതിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ് എന്നതാണ്. വിദേശ വിമാനങ്ങളിൽ നമ്മുടെ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന ഉറച്ച നിലപാടിലാണ് ഇന്ത്യ. സ്വന്തം ആയുധങ്ങൾ ഘടിപ്പിക്കാൻ മറ്റൊരു രാജ്യത്തിന്റെ അനുമതിക്കായി കാത്തുനിൽക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ബ്രഹ്മോസ് റഷ്യയുമായി ചേർന്ന് വികസിപ്പിച്ചതായതിനാൽ സാങ്കേതികവിദ്യയുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ ഫ്രഞ്ച് പക്ഷത്തിനുണ്ട്. എങ്കിലും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ പ്രതിരോധ മേഖലയിൽ പൂർണ്ണ സ്വയം പര്യാപ്തത കൈവരിക്കാനാണ് ഇന്ത്യയുടെ ശ്രമം. അതുകൊണ്ടുതന്നെ ഈ ചർച്ചകൾ ഇന്ത്യക്ക് അതീവ നിർണായകമാണ്. അയൽ രാജ്യങ്ങൾ വ്യോമസേനയെ അതിവേഗം നവീകരിക്കുമ്പോൾ ഇന്ത്യക്ക് ഈ കരാർ വലിയൊരു വെല്ലുവിളിയാണ്. ഇന്ത്യ സ്വന്തം ആയുധങ്ങൾ ഘടിപ്പിക്കാനുള്ള ഈ അവകാശത്തിൽ ഉറച്ചു നിൽക്കണമോ, അതോ ഇതിലൊരു വിട്ടുവീഴ്ച വേണമോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ആധികാരികമായ പ്രതിരോധ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.